ശക്തമായ വേരിൽ കത്തിപ്പടർന്ന് കാട്ടുതീ. ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ കാട്ടുതീ വ്യാപകമാവുകയാണ്. ഊണമുറക്കം ഉപേക്ഷിച്ച് ജാഗ്രതയോടെയാണ് ഫയർഫോഴ്സ് അധികൃതരും. കാട്ടുതീ പടരാതിരിക്കുവാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് കട്ടപ്പന ഫയർഫോഴ്സ് അധികൃതർ. പൊതുജനങ്ങൾ ജാഗ്രതയോടെ പെരുമാറിയാൽ കടുത്ത വേനലിൽ ഉണ്ടാകുന്ന കാട്ടുതീ ഒരു പരിധിവരെ തടയാനാകുമെന്നാണ് ഫയർഫോഴ്സ് അധികൃതരും പറയുന്നത്. പകൽ സമയത്ത് ശക്തമായ വേനൽച്ചൂടിൽ ഹൈറേഞ്ചിലെ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിലും കുന്നിൻ മുകളിലും തോട്ടം മേഖലയിലും അടക്കം കാട്ടുതീ പടരുന്ന സാഹചര്യമാണ്. കൂടാതെ പാഴ്വസ്തുക്കൾ നിർമ്മാണം ചെയ്യാൻ തീ കത്തിക്കുന്നതും കാട്ടുതീ പടരാൻ കാരണമാകുന്നുണ്ട്. വേനലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി മേഖലകളിൽ കാട്ടുതീ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പലപ്പോഴും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ജാഗ്രത കുറവ് കാട്ടുതീ പടർന്നു പിടിക്കാൻ കാരണമാകുന്നുണ്ട്. പ്രധാനമായും പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിക്കുന്നതും അലക്ഷ്യമായി ചപ്പുചവറുകൾ കത്തിക്കുന്നതും കാട്ടുതീ പടരുന്നതിലേക്ക് നയിക്കുന്നു. ഇതോടൊപ്പം അലക്ഷ്യമായി വലിച്ചെറിയുന്ന ബീഡിക്കുറ്റികൾ പോലും വലിയ കാട്ടുതീ ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കും. ജില്ലയിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതിനാലും തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഇതോടൊപ്പമാണ് കച്ചിത്തുറുകളിൽ നിന്ന് പടരുന്ന അഗ്നിബാധ. കൂട്ടിയിരിക്കുന്ന കച്ചിത്തുറു ഈർപ്പം അടിക്കാനുള്ള സാധ്യത ഉണ്ടായാൽ കച്ചിത്തുറുവിനോട് രാസപ്രവർത്തനം നടക്കുകയും ഇത് തീ ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യും. പലപ്പോഴും കാട്ടുതീ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾ ജാഗ്രതയോടെയുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട്. കൃഷിയിടങ്ങളിൽ ഫയർലൈൻ തെളിയിക്കുകയും തീ കത്തുന്നതിന് കാരണമാകുന്ന വസ്തുക്കൾ നീക്കം ചെയ്യുകയും വേണം. അതോടൊപ്പം ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലും കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സജ്ജമാണെന്നും സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ പോൾ ഷാജി ആന്റണി പറഞ്ഞു. നമ്മുടെ പരിധിയിൽ കട്ടപ്പന സ്റ്റേഷൻ പരിധിയിൽ ഫോറസ്റ്റ് ഫയറുകളാണ് ഈ സമയങ്ങളിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഫോറസ്റ്റ് ഫയർ നാട്ടുകാർ കൂടി കുറച്ച് ജാഗ്രതയോടെ പെരുമാറിയാൽ ഫോറസ്റ്റ് ഫയറുകൾ ഒരു പരിധി വരെ നാട്ടുകാർ തന്നെ കെടുത്താവുന്നതാണ്. ഈ ഫയർ ബ്രേക്കുകളൊക്കെ ഉണ്ടാക്കി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് അടക്കമുള്ള വേസ്റ്റ് കത്തിക്കുന്ന ഒരു ശൈലി സാധാരണക്കാരുടെ ഇടയിലുണ്ട്. അത് പരമാവധി ഈ സമയങ്ങളിൽ, ഈ വേനൽക്കാല സമയങ്ങളിൽ വേസ്റ്റ് കത്തിക്കൽ. കഴിഞ്ഞ വേനൽച്ചൂടിൽ 130ഓളം കോളുകളാണ് കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെത്തിയത്. ഇക്കൊല്ലവും അത്രമാത്രം കേസുകൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും എങ്കിലും പൊതുജനങ്ങൾ വേനൽക്കാലത്ത് പരമാവധി മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഒഴിവാക്കണമെന്നും പഞ്ചായത്ത് തലങ്ങളിലും മുനിസിപ്പാലിറ്റി തലങ്ങളിലുമുള്ള MCFകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അധികാരികൾ ഉറപ്പുവരുത്തണമെന്നും കട്ടപ്പന ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.